ലത്തീൻ ആചാരപ്രകാരം ഈ കർമ്മം ബുധനാഴ്ച ചെയ്തിരുന്നതിനാൽ വിഭൂതി ബുധൻ എന്ന പേര് വന്നു. അങ്ങനെ ഉദയം പേറു സുനഹദോസിന്റെ കൽപ്പന പ്രകാരം 1600 മുതൽ 1980 വരെ നസ്രാണികൾ വിഭൂതി ബുധനാഴ്ച ആചരിക്കുകയും നോമ്പ് തിങ്കളാഴ്ച ആരംഭിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ 1978 സീറോ മലബാർ ബിഷപ്പ് സിനഡ് വിഭൂതി ആചരണം നോമ്പിന്റെ ആദ്യ ദിവസം തന്നെ നടത്തുന്നത് അർത്ഥവത്താണെന്ന അഭിപ്രായത്തിലേക്ക് വന്നു. 1979 സീറോ മലബാർ സഭ പഞ്ചാംഗം 6-ാം പേജിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വലിയ നോമ്പിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച അനുതാപ ശുശ്രൂഷ നടത്തുവാൻ താല്പര്യമുള്ള രൂപതകൾക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ്. പിന്നീട് നസ്രാണികളുടെ ഇടയിൽ ഈ ആചരണം ഏകീകൃത രൂപത്തിൽ വരുവാൻ മേജർ ആർച്ച് ബിഷപ്പ് വർക്കി വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ 2009 സീറോ മലബാർ സിനഡ് വിഭൂതി ആചരണം നോമ്പ് തുടങ്ങുന്ന തിങ്കളാഴ്ച ദിവസം തന്നെ തുടങ്ങണം എന്ന് കൽപ്പിച്ചു. എന്നാൽ സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പഞ്ചാംഗത്തിൽ നൽകിയിരിക്കുന്ന ആനുകൂല്യം അനുസരിച്ച് ലത്തീൻ രീതികൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 17-ാം നൂറ്റാണ്ട് മുതൽ ആചരിച്ചു വരുന്ന ക്രമത്തിന് മാറ്റം വരുത്താതെ ഇപ്പോഴും ബുധനാഴ്ചയിൽ തന്നെ വിഭൂതി ആചരിക്കുന്നു. നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 5 ലത്തീൻ രൂപതകളുടെ മധ്യത്തിൽ കിടക്കുന്ന ഒരു രൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. ഈ അതിരൂപതയുടെ ഉള്ളിൽ 5 ലത്തീൻ രൂപതകളുണ്ട്: വരാപ്പുഴ, കോട്ടപ്പുറം, കൊച്ചി, വിജയപുരം, ആലപ്പുഴ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാമല്ലോ, സീറോ മലബാർ സഭയിൽ കരിക്കുരി പെരുന്നാൾ ബുധനാഴ്ച നടത്തുന്ന 35 രൂപതകളിൽ ഏക രൂപത എറണാകുളം അങ്കമാലി രൂപതയാണ്. ബാക്കി എല്ലാവരും തിങ്കളാഴ്ച നടത്തുക. നമ്മൾ നോമ്പ് ആരംഭിക്കുന്ന തിങ്കളാഴ്ച. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ലത്തീൻകാരെ പോലെ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ മിക്കവാറും പള്ളികളുടെ അടുത്ത് ലത്തീൻ പള്ളികളുണ്ട്. അപ്പോൾ ഈ മനുഷ്യർ കാണുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഈ കുരിശിങ്ങനെ കത്തോലിക്കിന് പല ദിവസം വരച്ചുകൊണ്ട് നടക്കണ്ടല്ലോ, ഞങ്ങൾ നോമ്പ് തിങ്കളാഴ്ച തന്നെ തുടങ്ങിക്കോളാം. പക്ഷേ ഈ ബാഹ്യ ചിഹ്നം ബുധനാഴ്ച കാണിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കത്തോലിക്കരുടെ ആവശ്യമില്ലാതെ വൈവിധ്യങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് മാത്രം അനുവാദം കിട്ടി. ഇപ്പോഴും നമ്മുടെ പഞ്ചാംഗത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ കരിക്കുറി പെരുന്നാൾ തിങ്കളാഴ്ചയോ ഉചിതമെന്ന് തോന്നുന്ന മറ്റൊരു ദിവസമോ നടത്താവുന്നതാണ്. ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ തെരി പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ ആൾക്കാർ ഒരു ബുധനാഴ്ച വരയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ചതാ, സിനഡ് അംഗീകരിച്ചതാ, ഇപ്പോഴും നമ്മുടെ പഞ്ചാംഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്.